ഇതൊക്കെയാന്ന് പറയുമ്പോൾ നമുക്ക് 7,65 കൊടുക്കാം. 7,65,000 രൂപയ്ക്ക് നമുക്ക് 4,45 കൊടുക്കാം. 18 സ്വിഫ്റ്റ് 4,45 ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 4,65 കൊടുക്കാം. 4,65 കൊടുക്കാം. അത് 95 ചോദിക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് കുറയും. എന്താ വില വരുന്നത്? 3,85 കൊടുക്കാം. 3,85,000 ഫുൾ ലോൺ ഇട്ട് കൊടുത്തേക്കാം. 15 മോഡൽ ഫുൾ ലോണിൽ എടുത്തോണ്ട് പോവാം. അതെ അതെ, അതും ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. ഇതൊക്കെ നമുക്ക് 3,15,000 രൂപ കൊടുത്തേക്കാം. 3,15 എന്തെങ്കിലുമൊക്കെ കുറയൂലേ? 1,85 മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നല്ലൊരു യൂസ് ചെയർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തു നിന്ന് നിങ്ങൾ പോയി എടുത്തോ എന്ന് ഞാൻ പറയാറില്ല, പക്ഷേ നിങ്ങൾ പോയി നോക്കണം. ജസ്റ്റ് ഒന്ന് പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയുള്ള വണ്ടികളുടെ ക്വാളിറ്റിയും വണ്ടികളുടെ വിലയൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വന്ന് നോക്കേണ്ട സ്ഥലമാണ് നമ്മുടെ തലയോലപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന ഫ്ലൈ വീൽസ് കേട്ടോ. അമീൻ ബ്രോന്റെ ഫ്ലൈ വീൽസ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി വണ്ടികളുണ്ട്. ബ്രസയൊക്കെ നിങ്ങൾക്ക് തരാൻ പോകുന്ന വില കേട്ടോ നിങ്ങൾ ഞെട്ടു കേട്ടോ. അപ്പോൾ ഒറ്റ കാര്യം ചെയ്യുക, ഏത് വണ്ടി എടുക്കുമ്പോഴും ജസ്റ്റ് വരിക, വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യുക. നല്ലോണം ചെക്ക് ചെയ്ത് മാത്രമേ എടുക്കാവുള്ളൂ. പിന്നെ എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്വാളിറ്റിയുള്ള വണ്ടികളെ ഇവരോട് വിൽക്കാറുള്ളൂ, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്താൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, കുറച്ച് ഇരുടൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് കോൺടാക്ട് ചെയ്ത ഏത് വണ്ടീൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിലും അമീൻ ബ്രോ അയച്ചു തരും കേട്ടോ. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നേരെ നമ്മുടെ ഫ്ലൈ വീൽസിലെ ഈ ഒരു ഷോറൂമിൽ ഒരുപാടധികം വണ്ടികളുണ്ട്. എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ചെറുവണ്ടികളാണ്. നല്ല വില കുറച്ച് നമുക്ക് വണ്ടികളൊക്കെ തരാൻ വേണ്ടിയിട്ട് അമീൻ ബ്രോ ഇവിടെ റെഡി ആയി നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. അടിപൊളി. നല്ല വില കുറച്ച് കൊടുക്കുമോ? വില കുറച്ച് കൊടുത്തേക്കാലോ. ക്വാളിറ്റി വണ്ടികൾ. അതായത് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളെപ്പോഴും നല്ല വണ്ടിയാണെങ്കിൽ ഒരാൾ കുറ്റം പറയില്ല അല്ലേ? മാക്സിമം ക്വാളിറ്റി വണ്ടികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണ മാത്രം കേട്ട് നിങ്ങൾ എടുക്കേണ്ട. ഷോറൂം കാര്യങ്ങൾ ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അല്ല, എന്നാലും നമ്മളത് പറയണതാണ്. മാക്സിമം നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞാൽ നമ്മൾ തരുള്ളൂ. നമ്മൾ അത്ര വലിയ അഗ്രഹണീയൊന്നും അല്ല, എന്നാലും ക്വാളിറ്റി വണ്ടികൾ മാത്രമേ നിങ്ങൾ വരുമ്പോൾ ചെക്ക് ചെയ്യാം. അതെ, ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടെടുത്താൽ മതി. പാർക്കാൻസിലും കൂടി വന്നോണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. എല്ലാം നമ്മൾ തന്നെ എടുത്തിരുന്ന അല്ലല്ലോ. ശരി, അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് സ്വിഫ്റ്റ് എന്ന് തുടങ്ങിയാലോ? ബ്ലാക്ക് സ്വിഫ്റ്റ് തുടങ്ങാം. ഇത് ഈ കമ്പനി വന്ന കളർ തന്നെ കേട്ടോ. വേറെ കമ്പനി വന്ന കളറാണ്. ഈ സാധനം അധികം കണ്ടിട്ടില്ല. ഇത് മോഡൽ ഏതാ? ഇത് 2013 മോഡൽ VDI ആണ്. 1,00,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, കമ്പനി സർവീസ് ഉള്ള വണ്ടി കേട്ടോ. കിട്ടാൻ പാടാണ് ഈ സ്വിഫ്റ്റ് ഒക്കെ. അല്ല, അത് വേറൊരു കേസ് ഉണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് കളർ റയർ ആണ്, കാണാറില്ല അങ്ങനെ എവിടെയും. അത് കമ്പനി വന്നാന്ന് പറഞ്ഞു. അതെ അല്ലേ? ഈ 13 VDI കിലോമീറ്റർ ജെന്യുവിൻ ആണ്. 1,00,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അടിപൊളി. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. വില കൂടി പറ. അതൊക്കെ നമുക്ക് 3,15,000 രൂപ കൊടുത്തേ. 3,15. എന്തെങ്കിലും കുറയൂലേ? മാക്സിമം കുറച്ച് നമ്മൾ പറയണല്ലേ, ഓഫറായിട്ട് കയറി പോട്ടാ. എങ്കിലും സെറ്റായി കൊടുക്കാം നമുക്ക്. എന്തെങ്കിലും കൂടി നമുക്ക് ഇതാക്കാം. ശരി, 3,15 എനിക്ക് തോന്നുന്നു വലിയൊരു നഷ്ടമൊന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി VDI സ്വിഫ്റ്റ് കിട്ടാനില്ല, പ്രത്യേകിച്ച് ലോ കിലോമീറ്റർ വണ്ടി 1,00,000 എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ തന്നെ ഈ പോളോ ആണെങ്കിലോ? ഇതും ചെറിയ വില കൊടുക്കാവുന്ന 2012 മോഡൽ പോളോ ഡീസൽ ആട്ടോ. 12 ആണ്. നല്ല അടിപൊളി അലവിൽ കൂടിയ അലവിൽ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതെ. കിലോമീറ്ററോ? ഇതിന്റെ 1,00,000 കിലോമീറ്ററോളം പോയിട്ടുണ്ട്. കറക്റ്റ് ആയിരിക്കും അല്ലേ? നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റിയല്ല. കസ്റ്റമർ പാർക്കാൻസിൽ കൊണ്ടിട്ടേക്കണം. അതാ ഞാൻ പറഞ്ഞത്. ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടെടുത്താൽ മതി. പക്ഷെ വണ്ടി കാണുന്ന വണ്ടി വെക്കാൻ വണ്ടിയാണ്. ഓടിച്ചു നോക്കിയിട്ടും കാര്യങ്ങൾ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ നമുക്ക് 1,85 കൊടുക്കാം. 1,85 അലവിലൊക്കെ തന്നെ എത്ര രൂപ ആകുന്നു? ഒരു 10,000 ഇതായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. 1,85,000 മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ലോൺ ചിലപ്പോൾ കയറാനും മതി കേട്ടോ. ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തോളൂ. ചെറിയ ഡൗൺ പേയ്മെന്റിൽ തന്നെ ലോൺ കൊടുക്കാം. അതെ. അതുപോലെ തന്നെ ഈ ബ്രസ ആണെങ്കിലോ? ഇത് 2023 മോഡൽ ബ്രസ, 72,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. 23 72 ഓടി. 72. അപ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ടെന്ന് അർത്ഥം. കമ്പനി സർവീസ് വണ്ടിയാണ്. ആക്സിഡന്റ് ഹൈബ്രിഡ് അല്ലേ? ഹൈബ്രിഡ് വണ്ടിയാണ്. അപാകതയൊന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള ഇതിന്റെ. ഇതൊക്കെയാന്ന് പറയുമ്പോൾ നമുക്ക് 7,65 കൊടുക്കാം. 7,65,000 രൂപയ്ക്ക്. നെഗോഷ്യബിൾ ആവാനുണ്ടോ? എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? 7,65 തരുമ്പോൾ അതിൽ കുറച്ച് എങ്ങനെ ഇത് കൊടുക്കാല്ലേ? 23 വണ്ടി മാക്സിമം നമുക്ക് കച്ചവടം നടന്നു പോകാനല്ലേ നോക്കണത്. അത് നല്ല പ്രൈസ് ആട്ടോ, ഒട്ടും കൂടുതലല്ല. ആർക്കെങ്കിലും വേണമെന്ന് നോക്കിക്കോളൂ. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു എർട്ടിഗ ഉണ്ടല്ലോ. എർട്ടിഗ 2017 മോഡൽ. 17 ആണ് മോഡൽ. കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ 1 സംതിങ് ആൻഡ് പോയിട്ട്. ഡീസൽ പെട്രോളോ? ഡീസൽ വണ്ടി VDI ഹൈബ്രിഡ് ആണല്ലോ. ഹൈബ്രിഡ്, സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി. അതല്ലേ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 1 സംതിങ് പോയിട്ടുണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപാകത ഇല്ലല്ലോ അല്ലേ? അപാകതയില്ല. ശരി, എന്താ വില? ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 6,35. 6,35,000. അതും ഒട്ടും കൂടുതൽ ഞാൻ പറയില്ല. പ്രൈസ് ആട്ടോ. അതേപോലെ തന്നെ KUV ഉണ്ടല്ലോ. KUV കിടപ്പുണ്ട്. ചെറിയ വില. ഏതാ മോഡൽ? 2017. അതാണ് സ്പെഷ്യൽ 1,50 പ്രോസിക്യൂട്ടർ. കൊണ്ട് ഇട്ടേക്കണം. അതൊക്കെ ഒരു 1,55 കൊടുത്തേക്കാം. 1,55. മോഡലോ? 2017 ആണ്. 17-ന് 1,55,000 രൂപ. തട്ടുമുട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ കുഴപ്പമില്ല. ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡ് ഹാൻഡ് തന്നെയാണ്. ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. 1,55,000 രൂപയ്ക്ക് ഡീസൽ KUV എടുക്കാം. 17 മോഡൽ അല്ലേ? 17 മോഡൽ. K2 ആ? അതെ. K2. ഓക്കെ. അതുപോലെ തന്നെ ഈ ഇതാണ് സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് VDI
ഡിസൈർ മോഡലോ 2017. 17 അല്ലേ? ഓക്കെ, കൊള്ളാം കേട്ടോ. ആ ഒരു വണ്ടി അത് വേണേൽ നോക്കിക്കോട്ടോ. ഡീസൽ നല്ല പ്രൈസ് കേട്ടോ, ഒട്ടും കൂടുതലല്ല. കംപ്ലൈന്റ് ഇല്ലല്ലോ, ഉറപ്പല്ലേ? അങ്ങനെ ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടെടുത്താൽ മതി. ഇറക്കാൻ നേരത്തുള്ള അങ്ങനെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യാണ്ട് കേട്ടോ, അതൊന്നും ചെയ്യാണ്ട് ഇട്ടേക്കണ. ഫുൾ ലോണും കയറും, ഫുൾ ലോൺ കയറും ഉറപ്പായിട്ടും. കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,50,000 രൂപയല്ലേ വിലയുള്ളൂ. 1,50,000 രൂപ കീലും വലുത് വേറെ എവിടെ കിട്ടുമല്ലേ? മാക്സിമം കുറച്ച് കൊടുക്കുമല്ലേ. ഇതിപ്പോ മോഡൽ 2017. ഡീസൽ പെട്രോളോ? ഡീസൽ വണ്ടി. ഇതിനും 10-24 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഉറപ്പായിട്ടും കിട്ടും. പിന്നെ അപാകതയോ? അപാകത എന്റെ ചെറിയ അപാകത എന്താണ് കിട്ടും. ബോൺട്ടോ അങ്ങനെ റീപ്ലേസ് ഉണ്ട്. മേജർ ഒന്നുമില്ലല്ലോ അല്ലേ? 4,000 രൂപ കൊടുക്കുക. 4,25,000. 2017 വണ്ടിയാണ്. 17. അതുപോലെ തന്നെ അവിടെ ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ഇത് 2016. കൊള്ളാട്ടോ, ഇതും സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് LXi പെട്രോൾ. ഓക്കെ, എന്താ വില? ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 385 കൊടുത്തേക്കാം. 385. അത് നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? റേഞ്ച് ആകും. മാക്സിമം ചവിട്ടി പറയണല്ലേ ഇതൊക്കെ. ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വരിക, വന്നിട്ട് സംസാരിക്കുക. വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നമുക്ക് കച്ചവടം നടന്നു പോകാനേ നോക്കാറുള്ളൂ, ഒന്ന് പിടിച്ചിടാൻ നോക്കാറില്ല നമ്മൾ. ഇതാണെങ്കിലോ? ഇത് 2021 മോഡൽ വാഗണർ ZXi ആണ്. ഇത് നമുക്ക് ചെറിയ വില കൊടുത്തേക്കാം. 48,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. 465 കൊടുക്കാം. 465 2021 ZXi. 465 കൊടുക്കാം. ലോ കിലോമീറ്റർ ആപ്പാടെ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഒറ്റൊന്നിന്റെ ഇന്റീരിയർ ഒന്നും ഞാൻ കാണിച്ചില്ല. അതിന്റെയൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാം, സമയം ഇല്ലാത്തതുകൊണ്ടല്ലേ. എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് പറയണ എല്ലാം നമുക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതാണെങ്കിലും ഐറ്റം ഇത് 2018 മോഡൽ. 18 പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ അല്ലേ? മാനുവലി. ഓക്കെ, നല്ല വൃത്തിയുള്ള വണ്ടി. സ്പോർട്സ് അല്ലേ? ഇത് മാഗ്ന ആയിരിക്കും അല്ലേ? ശരി, എന്താ വില? 385 കൊടുത്തേക്കാം. 385 41,000 കിലോമീറ്റർ ഓടി. 2018 ഗ്രാൻഡ് ആയിട്ട്. അതുപോലെ തന്നെ റിറ്റ്സ് ഓൾറെഡി കച്ചവടമായി. എന്നാ പോട്ടെ. ഫോളോയും കച്ചവടമായി. എന്നാ പിന്നെ അവിടെ അമേസ് കിടപ്പുണ്ടല്ലോ. അമിയോ. ഇത് പിന്നെ വോൾക്സ്വാഗന്റെ അമിയോ ആണ് കേട്ടോ. അതെ. ഏതാ മോഡല്? അതും 2016. ഇത് ഡീസലാ? അല്ല, പെട്രോൾ വണ്ടി. 2017 ആണ്. 17 പെട്രോൾ മാനുവൽ അല്ലേ? അതായത് ഫ്രണ്ടിൽ നോക്കിയാൽ പോളോ, ബാക്കിൽ നോക്കിയാൽ ഡിക്കി ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ക്ലീനിങ് സ്റ്റാഫ് ഇച്ചിരി അസുഖമൊക്കെ ആയിട്ട് കിടക്കണം, ഒരാഴ്ചയായിട്ടില്ല. പൊടികളൊക്കെ കഴുകിയാ പോകും. വണ്ടി അപാകത ഉണ്ടോ? വണ്ടി അപാകത കാര്യങ്ങളൊന്നുമില്ല. ആ മോഡൽ ഏതാ പറഞ്ഞത്? 2017. ശരി, 17 ഡീസൽ അല്ല, പെട്രോൾ മാനുവൽ. എന്താ വില? ഇത് 4 രൂപ കൊടുത്തേക്കാം. 4 ലക്ഷം രൂപയ്ക്ക് 17 വണ്ടി. 50,000 കിലോമീറ്റർ കേട്ടോ. അടിപൊളി. ഇതാണെങ്കിലോ? ഇത് 2016 വരണം. 16. ആ ഒരു തേർഡ് ഫേസ് വന്ന് പറഞ്ഞ കേട്ടോ. അതെ, നല്ല നീറ്റ് വണ്ടിയാണ്. ഡീസലാണോ പെട്രോളോ? പെട്രോൾ വണ്ടി. പെട്രോൾ 1.6 പവർഫുൾ സാധനമാണ്. മൈലേജ് കുറച്ച് കുറയും. എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 435 കൊടുക്കാം. 435 കൊടുക്കാം. അതുപോലെ തന്നെ ഇന്നോവ ആണെങ്കിലോ? ഇത് 2014 ഇന്നോവ വി. 14 ഫുൾ ഓപ്ഷൻ അല്ല എങ്കിലും ഫുൾ ഓപ്ഷൻ പറയാം. അതെ. പിന്നെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അത് 1.5-1.35 അങ്ങനെയുണ്ട്. 14 കേരള വണ്ടിയാ? അല്ല, റീ വണ്ടിയാണ്. UP റീ ആണ്. കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, അപാകതൊന്നുമില്ല. പേപ്പർ ആയാലോ അല്ലേ? പേപ്പർ ഇങ്ങോട്ട് പേപ്പർ ഉള്ള വണ്ടിയാ. 14 റീ എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 795 കൊടുക്കാം. 795. അതും 14 മോഡൽ വി ഓപ്ഷൻ വണ്ടി. അപാകതൊന്നും ഇല്ലാത്ത പേപ്പർ ആയ വണ്ടി അല്ലേ? അതെ. ഇവിടെ യൂസ് ചെയ്തോണ്ടിരുന്ന വണ്ടിയാണ്. ഇവിടെ ഒരു ജാസ് കിടപ്പുണ്ട്. ജാസ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇതിന്റെ ഫുൾ ഫോട്ടോസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. ഫുൾ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുക്കാം. ഓക്കെ, ജാസ് ഓട്ടോമാറ്റിക് ഏതാ മോഡൽ? ഓട്ടോമാറ്റിക് 2015 അല്ലേ? പിന്നെ കിലോമീറ്റർ ഒക്കെയോ? 75,000 കിലോമീറ്റർ കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർ വണ്ടി. അപാകതൊന്നുമില്ല. ഓക്കെ, എന്താ വില വരുന്നത്? ഒക്കെ ആകുമ്പോൾ നമുക്ക് 465 കൊടുത്തേക്കാം. 465 ഓട്ടോമാറ്റിക് 2015. ഓക്കെ, അപാകതയില്ലാത്ത ക്ലീൻ വണ്ടി അല്ലേ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രിസ്റ്റ കിടപ്പുണ്ട്. ക്രിസ്റ്റ ഏതാ മോഡൽ? ക്രിസ്റ്റ കിടക്കുന്നത് 2020 മോഡൽ. ആർട്ട് ബ്ലൂ ഇല്ലാത്ത ടൈപ്പ് കേട്ടോ. ഏതാ? ആർട്ട് ബ്ലൂ ഇല്ലാത്ത ടൈപ്പ്. 20 മോഡൽ G4 അല്ലേ? G4 മാനുവൽ. മാനുവൽ റീ വണ്ടിയാണ്. ഇങ്ങോട്ട് പേപ്പർ ആയി ഉപയോഗിച്ചോണ്ടിരിക്കുന്ന വണ്ടി. കേരളത്തിൽ പേപ്പർ ആയ വണ്ടിയാണ്. അതെ. പിന്നെ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, കിലോമീറ്ററോ? ഇത് 140 കമ്പനി സർവീസ്. 140 കറക്റ്റ് സർവീസ് ഉണ്ട് അല്ലേ? എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 15,000 രൂപ കൊടുക്കാം. 15,25,000. ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് എടുത്തോട്ടോ. കസ്റ്റമർ ഇതൊക്കെ വന്നേ ഉള്ളൂ. ഓക്കെ, നല്ലോണം ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. ആർക്കെങ്കിലും വേണേ നോക്കിക്കോ. കൊള്ളാവുന്ന ഒരു അടിപൊളി വണ്ടി. പിന്നെ ക്രിസ്റ്റയുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതും 2017 ഹോണ്ട സിറ്റി. 17 ഹോണ്ട സിറ്റി. ഇത് വേരിയന്റ് S17 അല്ല കേട്ടോ, ഇത് 16 ആണ്. 16 S ആണ് അല്ലേ? അതെ, S ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ആണ് കേട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ല, ഡീസൽ ആണ്, മാനുവൽ ആണ്. ഇതിൽ ഡീസൽ ഓട്ടോമാറ്റിക് വന്നിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കിലോമീറ്റർ എത്രയാ പറഞ്ഞത്? ഇതിന്റെയും കിലോമീറ്റർ കറക്റ്റ് അറിയില്ല. ഇത് കസ്റ്റമർ കൊണ്ട് ഇട്ടാണ്. ഹിസ്റ്ററി ഉണ്ടെന്നാ പറഞ്ഞു. 1.5-2 കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ ചെക്ക് ചെയ്താൽ മതി അല്ലേ? ചെക്ക് ചെയ്താൽ മതി. നമുക്ക് എന്താ വില എത്രയാ? ഇതൊക്കെ 495 ഡീസൽ മാനുവൽ അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ മേൽഭാഗത്തായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വണ്ടികളാണ് നിരത്തിയിട്ടിരിക്കുന്നത്. വേറെ കുറെ വണ്ടികൾ പെട്ടെന്ന് പറഞ്ഞു പോയല്ലോ ബ്രോ. പറഞ്ഞു. ഇത് 2018 സ്വിഫ്റ്റ്. 18 ആണ്.
ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. എന്താ നമുക്ക് 445 കൊടുക്കാം. 18 സ്വിഫ്റ്റ് 445 പെട്രോൾ മാനുവലി. കിലോമീറ്റർ എത്ര പറഞ്ഞു? 83,000 അല്ലേ? ജെനുവിൻ ആയിരിക്കും അല്ലേ? ഹിസ്റ്ററി ഉള്ള ഇതൊക്കെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതെ. അതുപോലെ തന്നെ സെയിം സാധനം റെഡ് ഉണ്ട്. ഇതോ ഇത് 2020 ആണോ 19 ആണോ നോക്കട്ടെ. 19 അല്ലേ? റെഡ് ആണ്, നല്ല രസമുള്ളൊരു കളറാണ്. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇതിനും അങ്ങനെ മേജറായിട്ട് ബാധ കാര്യങ്ങളൊന്നും ഇല്ല. VXI അല്ല, ഇത് LXI ആണ്. 1,00,000 കിലോമീറ്ററോളം കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 465 കൊടുക്കാം. 465 കൊടുക്കാം. അത് 95 ചോദിക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് കുറയും, മാക്സിമം കുറച്ച് പറയാം. അതെ. അതുപോലെ തന്നെ ഇവിടെ റെഡ് പോളോ ഉണ്ടല്ലോ, 2013 മോഡൽ പോളോ. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 40 ഓടിയ പെട്രോൾ, വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും കൂടിയ അലവിൽ കാര്യങ്ങളെല്ലാം കയറ്റിയേക്കണ വണ്ടിയാണ്. 43,000 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ശരി. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇതൊക്കെ 335 കൊടുത്തേക്കാം. 335 13 വണ്ടി, 13 ഓളം ക്വാളിറ്റി വണ്ടി. അതെ. ജെനുവിൻ കിലോമീറ്റർ 43,000 കിലോമീറ്റർ. ടയർ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പക്കയാണ്. ശരി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2015 മോഡൽ i20. 15. ഓക്കെ. 15 മോഡൽ i20 ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഡീസലാണ്, അത് ഞാൻ ചോദിക്കാൻ വന്ന. പിന്നെ എനിക്കൊന്നു ആസ്റ്റി ആയിരിക്കും. അല്ല മാഗ്ന അല്ലേ? അതെ. ഓക്കെ. കിലോമീറ്റർ എത്ര? ഇതിന്റെ 1.5 കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. എന്താ വില വരുന്നത്? 385 കൊടുക്കാം. 3,85,000 ഫുൾ ലോൺ ഇട്ട് കൊടുത്തേക്കാം. 15 മോഡൽ ഫുൾ ലോണിൽ എടുത്തോണ്ട് പോവാം. അതെ. അതും ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. അടിപൊളി. അതുപോലെ തന്നെ ഈ കിടക്കുന്ന വെന്റോ ആണെങ്കിലോ, ഇത് 2012 ആണോ 11 വണ്ടി. ഇത് 11 വണ്ടിയാ? എന്നാ ക്ലീനാ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അല്ലേ? ക്ലീൻ ആക്കിയത്. അതെ. നല്ല നീറ്റാട്ടോ വണ്ടി. അപാകതയൊന്നും ഇല്ലല്ലോ ബ്രോ? അങ്ങനെ മേജർ അപാകത കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ചെറിയ വിലയുള്ളത് അല്ല, പെട്രോൾ വണ്ടി. പെട്രോൾ 210 കൊടുത്തേക്കാം. പെട്രോൾ മാനുവൽ മാനുവൽ 2,10,000 രൂപ വണ്ടി. അതെ. അതേപോലെ തന്നെ ഇവിടെ പോളോ ഉണ്ടല്ലോ. പോളോ കിടപ്പുണ്ട്. ഇത് 2016 കിലോമീറ്റർ ഒക്കെയോ? ഇതും 90ഓളം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. പെട്രോൾ ആയിരിക്കും അല്ലേ? പെട്രോൾ. ഓക്കെ. 90 ഓടിയ പെട്രോൾ വണ്ടി, 15 മോഡൽ. എന്താ വില? 15 അല്ല, ഇത് 16 ആണ്. സോറി 16. എന്താ വില? ഇതൊക്കെ ആവുമ്പം 4,000 രൂപ ആസ്കിങ്. 4,25,000 രൂപ ആസ്കിങ്. അതും നെഗോഷ്യബിൾ അല്ലേ? അതൊക്കെ ചെയ്ത് കൊടുക്കാം. അടിപൊളി. അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണുണ്ടല്ലോ, 2014 മോഡൽ വാഗണാർ. 14 ആണ്. 63,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. 63 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതും വേറെ മേജർ അപാകതയോ കാര്യങ്ങളോ ആക്സിഡന്റ് ഒന്നുമില്ല. VXI വണ്ടിയാണ്. ഇതൊക്കെ ആവുമ്പം 2,95,000 രൂപ കൊടുത്തേക്കാം. 2,95,000 16 വണ്ടി. 16 വണ്ടി. അതും 16 അല്ല, 14 സോറി. നല്ല ക്വാളിറ്റി. 14 VXI. അതെ, നല്ല ക്വാളിറ്റി ഉണ്ട്. അതാണ് എടുത്ത് പറയേണ്ടത്. അപാകതയൊന്നുമില്ലല്ലോ? അപാകതയൊന്നുമില്ല. അടിപൊളി. അതുപോലെ തന്നെ ഇവിടെ ഒരു സാൻഡ്രോ 2 ഉണ്ടല്ലോ. 2010 2009 2010 ഈ വെള്ള 10 ആണോ? വെള്ള 2010 ആണ്. ജസ്റ്റ് കഴിഞ്ഞ് കിടക്കണം. 2030 വരെ പേപ്പർ ഉണ്ട്. എന്താ റേറ്റ്? 90 രൂപ. 90,000 രൂപയ്ക്ക് 2010 വണ്ടി എടുക്കാം. അതേപോലെ 2009 വണ്ടി ആണെങ്കിലോ? 2009 വണ്ടിക്ക് ആകുമ്പോൾ 85 രൂപ കൊടുക്കാം. 85 രൂപയ്ക്ക്. അതും പേപ്പറൊക്കെ പക്ക. അതും പേപ്പർ 29 വരെ പേപ്പറുള്ള വണ്ടിയാണ്. അപ്പോൾ അതൊന്നും പേടിക്കണ്ട, പേപ്പറൊക്കെ പക്കയാക്കിയിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. അതുപോലെ തന്നെ ഈ ബാക്കോട്ട് വരുമ്പോൾ ഒരു ആൾട്ടോ ഉണ്ടല്ലോ. ആൾട്ടോ 2018 CNG വണ്ടിയാണ്. 18 CNG ആണ്. നല്ല മൈലേജ് കിട്ടും അല്ലേ? അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ അറിയോ? ഇതിന്റെ 72,000 കിലോമീറ്റർ. ഓക്കെ. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ശരി. എന്താ വില? ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് 285 റേഞ്ചിൽ കൊടുക്കാം. 285 എടുക്കാം. അത് CNG ആകുമ്പോൾ മൈലേജും കാര്യങ്ങളൊക്കെ 35 റേഞ്ച് മൈലേജ് കിട്ടും അതിന് ഉറപ്പായിട്ടും. ഇനി ഇതാണെങ്കിൽ 2018 വാഗണാർ കമ്പനി CNG വണ്ടി തന്നെയാണ് കേട്ടോ. 18. എന്താ വില വരുന്നത്? ഇതും 78,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഒരു 4 രൂപ റേഞ്ചിൽ കൊടുത്തേക്കാം. 4,00,000 രൂപ. 4,00,000 രൂപ കൊടുക്കുക. അടിപൊളി. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഇയോൺ ആണെങ്കിലോ? ഇത് ഞാൻ 2012 സ്പോർട്സ്. 12 സ്പോർട്സ് ആണ്. സ്പോർട്സ് വണ്ടി. ഓക്കെ. സ്പോർട്സ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. 1 ലിറ്റർ ആണോ? 1 ലിറ്റർ ആണ് അല്ലേ? അതെ. പിന്നെ 12 എന്ത് വിലയുണ്ട് 1 ലിറ്ററിന്? ഇതൊക്കെ നമുക്ക് ഒരു 1.35 കൊടുത്തേക്കാം. 1.35 12 1 ലിറ്റർ വണ്ടി എടുക്കാം കേട്ടോ. ഈ പിന്നെ ഗ്ലാസിന് ഒരു ചിഹ്നലുണ്ട്, അത് വേണം മാറി 1.40 കൊടുക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളല്ലേ, മേജർ ഒന്നും അല്ലല്ലോ അല്ലേ? അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ? ഇത് 2021 VXI. 21 VXI ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർ ആണ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. കിലോമീറ്റർ 72,000 76,000 അങ്ങനെ ഉണ്ടാകും. ഓക്കെ. അപ്പൊ അതൊന്നും ഇല്ലല്ലോ? അതൊന്നുമില്ല. ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതൊക്കെ നമുക്ക് 5,65 കൊടുക്കാം. 5,65,000 രൂപ. അടിപൊളി. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഇത് 2021 ആൾട്ടോ. ഇത് 21. കിലോമീറ്ററോ? 60,000 കിലോമീറ്റർ. 60 ഓടിയിട്ടുള്ളൂ. എന്ത് വില വരുന്നുണ്ട്? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 3.15 കൊടുത്തേക്കാം. 3.15 21 വണ്ടി. 21 വണ്ടി ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. അടിപൊളി. അതുപോലെ തന്നെ ഈ പഴയ ഷേപ്പ് ആണെങ്കിലോ? ഇത് 2016. കിലോമീറ്റർ ആണോ? 88,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓക്കെ. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്നത്. ഇതിനൊക്കെ 10-22 റേഞ്ച് മൈലേജ് കിട്ടും. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇതൊക്കെ ആകുമ്പോൾ 2.35 കൊടുത്തേക്കാം. 2,35,000 രൂപ. അതും എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആക്കി തരും. അതുപോലെ തന്നെ ഒരു പഴയ സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ഇത് 2005 ആണ്. 5 കൊള്ളാലോ. നല്ല അലവിലും കാര്യങ്ങളും. അലവിലല്ല അല്ലേ? അല്ല, VXI ആണ്. പക്ഷെ നല്ല ടയർ ഒക്കെ ഉണ്ട്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2005 വണ്ടി. ടയറാട്ടോ കിടക്കണം. ഇത് പുള്ളി ചോദിക്കണം 1.40 ഭയങ്കര വില. എക്സ്ചേഞ്ച് പോയപ്പോ ഇട്ടേക്കണാണ്. അതെ അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മാക്സിമം ചെയ്യാന്നൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 30 പേപ്പർ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. പേപ്പർ ഉണ്ട്. പുത്തൻ പേപ്പർ എടുത്തേക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഇൻഡിഗോ വിസ്റ്റ അല്ലല്ലോ ഇത്? CS അല്ലേ ഇത്? അതെ. 2013 മോഡൽ. 13 മോഡൽ അല്ലേ?
ചെറിയ വില 78 രൂപ. 78 രൂപയ്ക്ക്. അത് കൂടുതലൊന്നും പറയുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം വന്ന് നോക്കിക്കോളുക. അതുപോലെ തന്നെ ഈ ഇയോൺ ആണെങ്കിലോ ഇത് 2018 മോഡലാട്ടോ. 18 അല്ലേ? 18 18 എറാ പ്ലസ്. എറാ പ്ലസ്. ഓക്കെ, കിലോമീറ്ററൊക്കെയോ 64,000 കിലോമീറ്റർ. അത്ര ഓടിയുള്ളൂ അല്ലേ? അതെ. എന്താ വില? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 2.15 കൊടുക്കാം. 2.15 കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അൾട്ടോയും കൂടി ഉണ്ടല്ലോ. ഇത് 2009 LXi ആണ്. 9 LXi. പേപ്പർ 29 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ശരി, നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് 1.15 കൊടുത്തേക്കാം. 1,15,000 രൂപ. ഓക്കെ, അതൊക്കെ നെഗോഷ്യബിൾ ആവുമല്ലോ, നമുക്ക് ചെയ്ത് കൊടുക്കാന്നേ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു മറാസോയും കൂടി കിടക്കേണ്ട ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടിയാണ് ഇത്. കൂടാണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് ഇവിടെ കയറാനുണ്ട് കേട്ടോ. എല്ലാം ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങൾ വർക്കൊക്കെ ആയിട്ട് പോയേക്കുവാണ്. ശരി, ഇത് നമുക്ക് എന്താ മോഡൽ? ഇത് 2019 M4. 19 M4. ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 6.35 കൊടുത്തേക്കാം. 6.35. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ് അല്ലേ? അപ്പൊ അതൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചില്ലേ ബ്രോ? അതെ. പിന്നെ മാക്സിമം ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇവിടെ വരിക, വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്തിട്ട് നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഉറപ്പായിട്ടും എനിക്കും അത് തന്നെ പറയാനുള്ളൂ. നമ്മൾ തമ്മിൽ നാളെ വേറൊരു സംസാരത്തിന്റെ ഇത് വരികയല്ലേ, ഈ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുമായിട്ടും അങ്ങനെ ആയിരിക്കണം. അപ്പൊ ഇതുവരെ നമ്മളെ ഒരു കുറ്റവും ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ നിലവിലില്ല. അതെ, അങ്ങനെ തന്നെ പോകണം. ഓക്കെ, അപ്പൊ എന്തായാലും വരുന്നവരും നല്ലോണം ചെക്ക് ചെയ്യുക, നിങ്ങളും നല്ലോണം ചെക്ക് ചെയ്യുക. നമ്മൾ പറയാറുണ്ട്, ആരെക്കൊണ്ട് വേണം ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടെടുത്തോളം നമ്മൾ എല്ലാവരും പറയും. കാരണം ഞാനും അത്ര വലിയ അഗ്രഹണ്യൊന്നും അല്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പൊ ഫ്ലഡ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയും. ഇപ്പൊ എന്ത് വരും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ഈ കാണിച്ച വണ്ടികൾ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇപ്പൊ ഇതാ ഈ താഴെ ഇത്രയും വണ്ടികൾ കിടപ്പുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ വണ്ടിക്കും ലോണും കാര്യങ്ങളൊക്കെ അമീൻ ബ്രോ ചെയ്ത് തരും. പിന്നെ മൈൻഡപ്പ് ചെയ്താൽ നമുക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിലോമീറ്റർ വീണ്ടും കാണാം. ബ്രോ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ.